നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സർക്കാർ പറയുന്നത് കേന്ദ്രം കേരള സർക്കാരിനെ അവഗണിക്കുകയാണ് എന്നാണ്. കോടിക്കണക്കിന് രൂപ തരാനുണ്ട് എന്നൊക്കെയാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ നിർമ്മലാ സീതാരാമൻ വളരെ കൃത്യമായി തന്നെ കൊടുക്കേണ്ട തുകയെല്ലാം കൊടുത്തു കഴിഞ്ഞിരുന്നു എന്ന് വ്യക്തമായി പറയുകയും ചെയ്തു. എന്നിരുന്നാലും വ്യാജ ആരോപണങ്ങളുമായി നടക്കുകയാണ് കേരളത്തിലെ സർക്കാർ എന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും മറ്റു വഴികളൊന്നും ഇല്ലാതായതോടെ പുതിയ തന്ത്രങ്ങളുമായി പണമുണ്ടാക്കാനുള്ള തിരക്കിലാണ് സർക്കാർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് പുതിയ ബജറ്റ് വരുന്നു. ബജറ്റിൽ പുതിയ വ്യവസായ പാർക്കുകളൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേന്ദ്രം ഇങ്ങനെ അവഗണന തുടർന്നാൽ പ്ലാൻ ബിക്കുള്ള നീക്കമാണ് നടക്കുന്നത്. 25 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കേരളീയത്തിന് 10 കോടി രൂപ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുവെന്നാണ് ധനമന്ത്രി പറയുന്നത്. ഡൽഹി സമരത്തിന് എല്ലാവരുടെയും പിന്തുണ തേടുകയും ചെയ്യുന്നു. കേന്ദ്രത്തെ എതിർക്കാൻ സ്വന്തം നിലയിലെങ്കിലും പ്രതിപക്ഷം തയ്യാറാകണമെന്നാണ് ഇവരുടെ ആരോപണം. കേരളം അതിജീവന പോരാട്ടത്തിന്റെ ഭൂമിയാവുകയാണെന്നും പറയുന്നു. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്കുള്ള കേരള മാതൃക തീർക്കാനാണ് ശ്രമമെന്നാണ് അദ്ദേഹം പറയുന്നത്. 100 രൂപ നികുതി പിരിച്ചാൽ കേരളത്തിന് കേന്ദ്രം തരുന്നത് 21 രൂപയാണ്. യുപിക്ക് ഇത് 46 രൂപയാണെന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. കേന്ദ്ര അവഗണന തുടർന്നാൽ പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. പ്രതിപക്ഷവും കേന്ദ്ര അവഗണന ഉണ്ടെന്ന് ഇപ്പോൾ സമ്മതിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. 25 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കും. ടൂറിസം മേഖലയിൽ 5000 കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കേരളീയത്തിന് 10 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾ മൂലം കേരളം കടുത്ത സാമ്പത്തിക പ്രയാസം നേരിടുന്നു എന്നാണ് ഇവരുടെ അവകാശവാദം. നവകേരളമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പറയുന്നു. അടുത്ത 3 വർഷം 3 ലക്ഷം കോടിയുടെ നിക്ഷേപം നടപ്പിലാക്കും. ഈ വർഷം മാത്രം 57,000 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം വരുത്തിയത്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞിരിക്കുന്നുവെന്നാണ് ഇവരുടെ അവകാശവാദം. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കിടയിലും സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ സംരക്ഷിക്കാനും സംസ്ഥാനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഇടപെടൽ ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കാതെ വരുമാനം വർദ്ധിക്കാനുള്ള നടപടികൾ ബജറ്റിലുണ്ടാകുമെന്നാണ് സൂചനകൾ വരുന്നത്. ഏതായാലും ബജറ്റ് പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബജറ്റ് പ്രഖ്യാപനം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള വ്യവസായ പാർക്കുകളും വിദ്യാഭ്യാസ രംഗത്ത് ധനനിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളും നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം കേരളത്തിൽ അഴിമതി നടത്തിയും ധൂർത്ത് നടത്തിയുമാണ് കേരളത്തിൽ പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായത് നമുക്ക് എവർക്കും അറിയാം. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഭിന്നശേഷിക്കാർക്കടക്കം ഇവർ പെൻഷനോ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോ ഒന്നും തന്നെ നൽകുന്നില്ലെങ്കിൽ പോലും ക്ലിഫ് ഹൗസിൽ കർട്ടൻ സ്ഥാപിക്കാൻ 7 ലക്ഷം രൂപ, ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം ഉണ്ടാക്കാൻ, ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പിടിപ്പിക്കാൻ, ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്തുണ്ടാക്കാൻ, ഇങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്ക്, മന്ത്രിമാരുടെ ആവശ്യങ്ങൾക്ക്, അവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ, അവർക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി മന്ത്രിമാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ചെറുമകനെയൊക്കെ കൂട്ടി നമ്മൾ കണ്ടതാണ്. ചെറുമകനെയൊക്കെ കൂട്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്യുന്നത്. അങ്ങനെ മകളും ചെറുമകനും ഒക്കെയായി ഉല്ലാസയാത്രകൾ എന്ന് പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള യാത്രകൾ നടത്താനും ഒക്കെ കാറുകൾ മാറി വാങ്ങിക്കാനും ഒക്കെ തന്നെ പണം, കണ്ണാടി വാങ്ങിക്കാൻ അടക്കമുള്ള പണം ഖജനാവിൽ നിന്ന് ഒഴുകുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരൻ്റെ പെൻഷൻ കൊടുക്കാനുള്ള പണം മാത്രമാണ് ഇല്ലാത്തത്. ഏതായാലും ധൂർത്ത് കാണിച്ചാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. കേന്ദ്രം കൊടുക്കാനുള്ള തുകയെല്ലാം കൊടുത്തു തീർത്തു എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി ഇവിടെ വന്നൊരു യോഗത്തിൽ വെച്ച് വളരെ കൃത്യമായി തന്നെ, വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് നിങ്ങളൊന്ന് ക്യാമറ ഓൺ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യാതെ പോകും, അതുകൊണ്ട് എല്ലാവരും ക്യാമറ ഓൺ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്നതെല്ലാം വ്യാജ ആരോപണമാണെന്ന് തെളിയാൻ മറ്റൊരു കാരണം കൂടി വേണമെന്നില്ല. ഏതായാലും ഇപ്പോൾ ഏതൊക്കെ തരത്തിൽ ഇനി പണം ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെയാണ് പണം ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്ന തത്രപ്പാടിലാണ് ധനകാര്യമന്ത്രിയും പരിവാരങ്ങളും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.